ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UPയുടെ ഒരു പുതിയ ക്ലാസ്സുമായിട്ട് വന്നതാണ്. LP-UPക്ക് വേണ്ടി നമ്മൾ തന്നുകൊണ്ടിരിക്കുന്ന മാരത്തോൺ സീരീസിലെ ഒരു പുതിയ ക്ലാസ്സുമായിട്ട് വന്നതാണ്. മിക്സഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്യുക. ജസ്റ്റ് ഒരു ചോദ്യം വായിച്ച് നിങ്ങൾക്ക് ആ ചോദ്യത്തിലെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് സ്വയം പരിശോധിച്ച ശേഷം, പരീക്ഷയൊക്കെ ആയില്ലേ, അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക, ആൻസർ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദ്യം എടുത്തിട്ടുള്ളത്. മുൻകാല ചോദ്യങ്ങളുണ്ട്, മോഡൽ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങുകയാണ്, സമയം കളയുന്നില്ല. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദന്തക്ഷയത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ നൽകുന്നു. അവയിൽ നിന്നും ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക. ABCD എന്നിങ്ങനെയുള്ള 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇവയിൽ ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ A, പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. ഓപ്ഷൻ B, ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥങ്ങളാണ് ഇനാമൽ. ഓപ്ഷൻ C, ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഓപ്ഷൻ D, മേൽ പറഞ്ഞവയെല്ലാം. നമ്മുടെ പല്ലുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകൾ: പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി ഇനാമൽ, ഇനാമൽ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ്, ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ മേൽ പറഞ്ഞവയെല്ലാം ശരിയായ വസ്തുതകളാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് ഉത്തരവായിട്ട് വരിക എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം ഇന്നതാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലമേത്? റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം, നമുക്ക് അന്തരീക്ഷ പാളികൾ പഠിക്കാനുണ്ടല്ലോ, അതിൽ വരുന്നൊരു ഭാഗമാണ്. തെർമോസ്ഫിയർ, മിസോസ്ഫിയർ, എക്സോസ്ഫിയർ, അയണോസ്ഫിയർ എന്നിങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കമൻറ്റ് ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി എന്നിവയുടെ സംരക്ഷണം ഏത് മൗലികാവകാശത്തിൻ്റെ കീഴിൽ വരുന്നതാണ്? ഓപ്ഷൻ A, സമത്വത്തിനുള്ള അവകാശം. ഓപ്ഷൻ B, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓപ്ഷൻ C, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഓപ്ഷൻ D, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി എന്നിവ. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി എന്നിവ എന്തിൻ്റെ സംരക്ഷണം? എന്നിവയുടെ സംരക്ഷണം, ഭാഷയുടെയും ലിപിയുടെയും സംരക്ഷണം മൗലികാവകാശത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, ഏതാണ് മൗലികാവകാശം എന്നാണ് ചോദ്യം. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി എന്നിവയുടെ സംരക്ഷണം ഏത് മൗലികാവകാശത്തിൻ്റെ കീഴിൽ വരുന്നതാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, ഉദയാസ്തമയങ്ങളിൽ സൂര്യന് ചുറ്റും ചക്രവാളങ്ങൾ, സൂര്യന് ചുറ്റും ചക്രവാളം ചുവപ്പ് നിറത്തിൽ കാണാൻ കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഉദയാസ്തമയങ്ങളിൽ നമ്മുടെ ആകാശം ചുവപ്പ് നിറമാകുന്നതിന് കാരണം എന്തെന്നാണ് സിമ്പിളായിട്ടുള്ള ചോദ്യം. ചുവപ്പ് നിറത്തിന് കാരണം വിഭങ്കനം, വ്യതികരണം, വിസരണം, പ്രതിഫലനം എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഏതാണ് ഉത്തരം? ഏത് പ്രകാശ പ്രതിഭാസമാണ് എന്നാണ് ചോദ്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ നിന്ന് ധാരാളം ചോദ്യം വരും. യെസ്. അഞ്ചാമത്തെ ചോദ്യം, വിദ്യ നേടുക, സംഘടിക്കുക എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാര്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, നവോത്ഥാനമാണ്. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ. വിദ്യ നേടുക, സംഘടിക്കുക എന്നുള്ളതാണ് ചോദ്യം. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകമേത്? ഇവിടെ ശ്രദ്ധിക്കണം, വിറ്റാമിൻ എ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബി ആണെങ്കിലോ വിറ്റാമിൻ ഇ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ സിനെ വിറ്റാമിൻ ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഓപ്ഷൻ ഡിനെ വിറ്റാമിൻ സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മാറാൻ സാധ്യത കൂടുതലാണ്, ശ്രദ്ധിച്ച് എഴുതണം. ഏഴാമത്തെ ചോദ്യം,
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 20,000 ഹെഡ്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം. രണ്ടാമത്തെ പ്രസ്താവന, അൾട്രാസോണിക് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന തരംഗ പരിധിക്കുള്ളിലുള്ളവയാണ്. വവ്വാൽ ഇര പിടിക്കാൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിലേതാണ് ശരിയായത് എന്നാണ് ചോദ്യം. ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, 2, 1, 3, 2, 3, 1, 2, 3 എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഏതാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. എട്ടാമത്തെ ചോദ്യം, ശബ്ദം അലുമിനിയത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗത. സാധാരണ വായുവിലൂടെ ശൂന്യതയിൽ നിന്നൊക്കെ ആയിരിക്കും വരിക. ഇവിടെ വായുവിലൂടെ നിന്നായിരിക്കും വരിക. ശൂന്യതയിൽ പോവില്ലല്ലോ. ശബ്ദം അലുമിനിയത്തിലൂടെ, ചിലപ്പോൾ ജലത്തിലൂടെ എന്ന് ചോദിക്കും, ചിലപ്പോൾ മരക്കഷ്ണത്തിലൂടെ എന്ന് ചോദിക്കും. ഇവിടെ അലുമിനിയത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗതയാണ് ചോദിച്ചത്. 340 മീറ്റർ പെർ സെക്കൻഡ്, 965 മീറ്റർ പെർ സെക്കൻഡ്, 6420 മീറ്റർ പെർ സെക്കൻഡ്, 360 മീറ്റർ പെർ സെക്കൻഡ് എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. അലുമിനിയത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗതയാണ് ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം, രാധാകൃഷ്ണൻ കമ്മീഷൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിൽ ഡാഷ് ഉൾപ്പെടുന്നില്ല. എന്തുൾപ്പെടുന്നില്ല? ഓപ്ഷൻ എ, ബി, സി, ഡി. രാഷ്ട്രീയം, ഭരണം, വ്യവസായം, വാണിജ്യം എന്നിവയിൽ തങ്ങളുടെ സംഭാവനകൾ നൽകാൻ കഴിയുന്ന മഹത്തായ വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കുക. ബി, ജനാധിപത്യ മൂല്യങ്ങളും സമാധാനവും ഐക്യവും വികസിപ്പിക്കുക. സി, സെക്കൻഡറി വിദ്യാഭ്യാസം പരിഷ്കരിക്കുന്നതിന്. ഡി, സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സംയോജനം. സെക്കൻഡറി, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സംയോജനം. ഇതിലേതാണ് വരാത്തത് എന്നാണ് ചോദ്യം. സാധ്യതയുള്ള ചോദ്യമാണ്. എഡ്യൂക്കേഷൻ കമ്മീഷൻസ് നമുക്ക് പഠിക്കും. ഉന്നത വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ചാണ് ഇവിടെ. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട് അതിന് ഉത്തരം. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ കിട്ടും. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഈ രാധാകൃഷ്ണൻ കമ്മീഷനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. NW4 ദേശീയ ജലപാത 4. ഓക്കെ, നാഷണൽ വാട്ടർ ലൈൻ 4 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് എന്നാണ് ചോദ്യം. അലഹബാദ്, ഹാൽഡിയ, കാക്കിനാട, പുതുച്ചേരി, സാധ്യ, ധൂബ്രി, കൊല്ലം, കോഴിക്കോട് എന്നാണ് ചോദ്യം. NW4 ആണ്. ചാടിക്കേറി കൊല്ലം, കോഴിക്കോട് എന്നടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. 11ാമത്തെ ചോദ്യം, ചെറുകുടലിനെ കുറിച്ചുള്ള ചില പ്രസ്താവനകൾ നൽകുന്നു. നമുക്ക് ദഹന വ്യവസ്ഥ പഠിക്കാനുണ്ട്. അവയിൽ ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. ചെറുകുടലിന് 6 മീറ്ററോളം നീളമുണ്ട്. ചെറുകുടലിൽ വച്ച് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാവുന്നു. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. മേൽ പറഞ്ഞവയെല്ലാം ശരിയായ വസ്തുത തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് ശരിയായ വസ്തുത എന്നാണ് ചോദ്യം. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 അല്ലേ, ഭാഗം 3 മൗലികാവകാശങ്ങൾ. പൗരന്മാർക്ക് ചില മൗലികാവകാശങ്ങൾ നൽകുന്നു. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഒരവകാശം ഭാഗം 3-ൽ ഉൾപ്പെടുന്നില്ല. ഏതാണ് അവകാശം? വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം എന്നിങ്ങനെയുള്ള 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഭാഗം 3 മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. 13ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 13ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകമേത് എന്നാണ് ചോദ്യം. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. കാർബൺ ഡയോക്സൈഡ്, അമോണിയ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. 14ാമത്തെ ചോദ്യം, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏത്? 42ാം ഭേദഗതി, 44ാം ഭേദഗതി, 76ാം ഭേദഗതി, 52ാം ഭേദഗതി കിട്ടിയിട്ടുണ്ടാവും. 15ാമത്തെ ചോദ്യം, പ്രമേഹ ദിന ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ലോഗോ ചുവപ്പ് വൃത്തം, നീലവൃത്തം, മഞ്ഞവൃത്തം, പച്ചവൃത്തം എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആൻസർ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിരിക്കണം. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് എന്ത് ചെയ്യാൻ പോവുകയാണ്? പരിശോധിക്കാൻ പോവുകയാണ് കേട്ടോ. പരിശോധിക്കാൻ പോവുകയാണ്. ഇവിടെ
പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. ഇവിടെ ശരിയായ വസ്തുതയാണ് നോക്കാൻ പറഞ്ഞത്. ശരിയാണ്. ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് ഇനാമൽ, അതും ശരിയാണ്. ഇനാമലിൻ്റെ നാശത്തിന് കാരണമാണ് ലാക്റ്റിക് ആസിഡ് അല്ലേ. പാലിലൊക്കെയുള്ള ലാക്റ്റിക് ആസിഡ് തീർച്ചയായിട്ടും നമ്മുടെ പല്ലിന് ദോഷമാണ്. ഇത് 3 ശരിയാണ്. അതിനർത്ഥം എന്താണ്? മേൽപ്പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം എന്ന് പറയുന്നത് അയണോസ്ഫിയർ ആണ്. അയോണീകരണം ഉള്ളതുകൊണ്ട് അയണോസ്ഫിയറിലാണ് റേഡിയോ തരംഗങ്ങൾ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ദൂരത്തിലേക്ക് നമുക്ക് പ്രക്ഷേപണം ചെയ്യാൻ സഹായിക്കുന്നത് അയണോസ്ഫിയർ ആണ്. മൂന്നാമത്തെ ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി എന്നിവയുടെ സംരക്ഷണം ഏത് മൗലികാവകാശത്തിൻ്റെ കീഴിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയണം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇത് ചോദിക്കാറുണ്ട് പരീക്ഷകളിൽ, തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. നാലാമത്തെ ചോദ്യം, ഉദയാസ്തമയങ്ങളിൽ ഉണ്ടാകുന്ന ചുവപ്പ് നിറത്തിന് കാരണം വിസരണമാണ് കേട്ടോ, വിസരണമാണ്. അഞ്ചാമത്തെ ചോദ്യം, വിദ്യ നേടുക സംഘടിക്കുക എന്നുള്ളത് അയ്യങ്കാളിയുടെ ആഹ്വാനം ചെയ്തതാണ്. അയ്യങ്കാളിയാണ് ആഹ്വാനം ചെയ്തത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആറാമത്തെ ചോദ്യം, പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. പക്ഷെ ഇവിടെ നോക്കണേ, ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഇവിടെ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ആ സീൻ്റെ നേരെ വിറ്റാമിൻ ഡി ആ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താണ് വിറ്റാമിൻ സി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി വിറ്റാമിൻ സി, ഫ്രഷ് ഫുഡ് വിറ്റാമിൻ കേട്ടോ, ശ്രദ്ധിക്കണം. നമ്മളത് തെറ്റിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. അറിയുന്ന ചോദ്യമായിരിക്കും, സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും, പക്ഷേ തെറ്റിക്കാൻ വേണ്ടി ഓപ്ഷനിൽ ഇങ്ങനെ ഒരു എന്തുണ്ടാവും, തീർച്ചയായിട്ടും ഒരു ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഏഴാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 20,000 ഹെർട്സിന് മുകളിൽ ആവർത്തിയുള്ള ശബ്ദമാണ് അൾട്രാസോണിക് ശബ്ദം. ശരിയാണ്. അൾട്രാസോണിക് ശബ്ദം മനുഷ്യന് കേൾക്കാൻ കഴിയുമോ? കേൾക്കാൻ കഴിയില്ല. വവ്വാല് ഇര പിടിക്കാൻ സഹായിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങളാണ്. അപ്പോൾ നമുക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ഉള്ളൂ. 20,000-ന് മുകളിലുള്ള ആവർത്തിയാണ് അൾട്രാസോണിക്, അതുകൊണ്ട് അത് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് തെറ്റാ. അപ്പോൾ 2 ഇവിടെ തെറ്റ്. വവ്വാൽ ഇര പിടിക്കാൻ അൾട്രാസോണിക് സൗണ്ടാണ്. ശരിയാണ്. ഓക്കെ, ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരി. 1, 3 എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ഇവിടെ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കാരണം ഇവിടെ തന്നിരിക്കുന്ന പ്രശ്നം ശരി ഏതെന്നാണ് ചോദ്യം. ഇനി ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഈ രണ്ടാമത്തെ മാത്രമായിരിക്കും അല്ലേ. യെസ്. എട്ടാമത്തെ ചോദ്യം, ശബ്ദം അലുമിനിയത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗത എത്രയാണെന്നാണ് ചോദ്യം. 6420 മീറ്റർ/സെക്കൻഡ് എന്നുള്ളതാണ് ഉത്തരം. ഒൻപതാമത്തെ ചോദ്യം, രാധാകൃഷ്ണൻ കമ്മീഷൻ അനുസരിച്ച് ഉന്നത വിദ്യാഭ്യാസ ലക്ഷ്യത്തിൽ ഉൾപ്പെടാത്തത് സെക്കൻഡറി വിദ്യാഭ്യാസം പരിഷ്കരിക്കുന്നതിന്. അതല്ല, അതിൽ പെടുന്നില്ല, ബാക്കിയെല്ലാം വരും. പത്താമത്തെ ചോദ്യം, NW4 എവിടെ മുതൽ എവിടം വരെയാണ് വെച്ചാൽ കാക്കിനാട ടു പുതുച്ചേരിയാണ് കേട്ടോ, NW4. 11ാമത്തെ ചോദ്യം, ചെറുകുടലിനെ കുറിച്ചുള്ള ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഓക്കെ, അവയിൽ ശരിയായ വസ്തുതകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ചെറുകുടലിന് 6 മീറ്ററോളം നീളമുണ്ട്. ശരിയാണ്. ചെറുകുടലിൽ വെച്ച് ആഹാര ദഹനം പൂർത്തിയാവുന്നു. ശരിയാണ്. ദഹിച്ച ആഹാരത്തിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട് എന്ത് പോഷകഘടകങ്ങൾ. ശരിയാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണെങ്കിൽ മേൽപ്പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ഉത്തരം. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില മൗലികാവകാശങ്ങൾ നൽകുന്നു. കൃത്യമാണ്. ഓക്കെ, ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത് ഏതാണ്? വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, സമത്വത്തിനുള്ള അവകാശമുണ്ട്. എന്തില്ല? തുല്യ ജോലിക്ക് തുല്യ വേതനം. ഇത് നിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ പ്രത്യേകത. ഓക്കെ, 13ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ഏത്? CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ്. 14ാമത്തെ ചോദ്യം, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏത്? 44ാം ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ, 44ാം ഭരണഘടനാ ഭേദഗതിയാണ്. 15ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, പ്രമേഹ ദിന ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ലോഗോ നീലവൃത്തമാണ് കേട്ടോ, നീലവൃത്തമാണ്. അപ്പോൾ നമ്മൾ 15 ചോദ്യങ്ങൾ നോക്കി, പല ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്. ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ എഴുതി കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനം നിലവാരം ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, നിങ്ങൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഒരു ക്രാഷ് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പുതിയ ബാച്ച് തുടങ്ങാൻ പോകുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ച ഫെബ്രുവരി 12-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ചുവടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക കേട്ടോ. താങ്ക് യു.